നമ്മൾ ഓരോരുത്തരിൽ നിന്നും മനുഷ്യ സഹജമായി തെറ്റുകൾ സംഭവിച്ചേക്കാം. എന്നാൽ തെറ്റുകൾ സംഭവിച്ചാൽ അവിടെ പശ്ചാത്താപമാണ് നാം ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ പശ്ചാത്താപത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ഭംഗി, അതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു സംഭവം പറയാം. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ അനുയായികളായ ഹവാരിയീങ്ങളോടുകൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നല്ല സൗന്ദര്യമുള്ള ഭംഗിയുള്ള ചിറകുകളിൽ മുത്തുകളും രത്നങ്ങളുമുള്ള ഒരു പക്ഷി അവിടെ വരികയാണ്. അവരുടെ മുന്നിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാം തൻ്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങളെ അതിനെ ശല്യപ്പെടുത്താൻ പോകരുത് കേട്ടോ, അതിനെ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമായി അയക്കപ്പെട്ടതാണ്. അങ്ങനെ പക്ഷി എന്ത് ചെയ്തു? തൻ്റെ ശരീരപുറത്തുള്ള തൊലി അഴിച്ചു വെക്കുകയാണ്. അപ്പോൾ അത് ചുവന്ന നിറത്തിൽ രോമങ്ങൾ ഒന്നുമില്ലാതെ ഏറ്റവും മോശപ്പെട്ട രൂപമായി മാറുകയാണ്. പിന്നീട് എന്താണ് ആ പക്ഷി ചെയ്തത്? അവിടെ ഉണ്ടായിരുന്ന ഒരു കുളത്തിൽ ചെന്ന് അതിലെ ദുർഗന്ധം വമിക്കുന്ന കറുത്ത വെള്ളത്തിൽ മുങ്ങി കറുത്ത നിറം പുരണ്ട് പുറത്തു വരികയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ശുദ്ധമായ വെള്ളമുണ്ട്, അതിൽ പോയി കുളിക്കുകയും മടങ്ങി വന്ന് തൻ്റെ ആ അഴിച്ചു വച്ചിരുന്ന തൊലി ധരിക്കുകയും അങ്ങനെ പഴയ സൗന്ദര്യം വീണ്ടെടുക്കുകയും ചെയ്തു എന്നാണ്. ഇതാണ് ദൃഷ്ടാന്തം. ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഈസാ നബി അലൈഹി സ്വലാം പറയുകയാണ്, ഇതുപോലെയാണ് മുഅ്മിനായ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ. സത്യവിശ്വാസിയായ ഒരു വ്യക്തി പാപങ്ങളിൽ, കുറ്റങ്ങളിൽ, പല സാഹചര്യത്തിലും വീണുപോകും. അത് കാരണം ആ വ്യക്തിയുടെ ഭംഗി നഷ്ടപ്പെടും, സൗന്ദര്യവും നഷ്ടപ്പെടും. പക്ഷേ ആ വ്യക്തി തൗബ ചെയ്തുകൊണ്ട്, ശരിയായ പശ്ചാത്താപം ചെയ്തുകൊണ്ട് തിരിച്ചു വരികയാണ് എങ്കിൽ ആ വ്യക്തിയിലേക്ക് അവൻ്റെ പഴയ ഭംഗി മടങ്ങി വരിക തന്നെ ചെയ്യും എന്നാണ് ഈ പക്ഷി നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം വിശദീകരിക്കുകയാണ്. തൗബയുടെ, പശ്ചാത്താപത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ?